ഇന്ന് തിരുവചനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദരിദ്രനും ആക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. നീ ദരിദ്രനാണോ ധനികനാണോ, നീ ഓർക്കുക, നിന്റെ കഴിവല്ല, ദരിദ്രനും ധനികരമാക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഓരോ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തയുണ്ടാവണം. കുപ്പയിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കാൻ കഴിയുന്നവനാ നിന്റെ ദൈവം. നീ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, സമ്പത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഈ അവസ്ഥയൊന്നും നിന്റെ ജീവിതത്തിൽ നിന്റെ തമ്പുരാൻ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് വചനം വീണ്ടും പറയുന്നത്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ഹല്ലേലൂയ. നിന്നെ സമ്പന്നാക്കുന്നതും കൊടുമുടികൾ താഴേക്കിടുന്നതും കർത്താവ് തന്നെ. വീണ്ടും പറയുകയാണ്, അടുത്ത വചനം എന്നെ ഒരുപാട് സ്പർശിച്ച വചനമാ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. എന്താ വചനം പറയുന്നേ? ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ. ഈ ധൂളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവൻ പൊടിയായി ചാമ്പലായി കിടക്കുന്ന വ്യക്തിയാ. എന്നാൽ ഈ പൊടിയായി ചാമ്പലായി കിടക്കുന്ന വ്യക്തിയെ ഉയർത്തുന്നവനാണ് നിന്റെ ദൈവം. ഇന്ന് ഓരോ മക്കളും എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷെ തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയായിരിക്കാം, ഒരു പക്ഷെ ധൂളിയായി തകർന്ന് തരിപ്പണായി ഇതാ പൊടിയായി കിടക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ പൊടിയായി കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താ? ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ഈ പൊടിയിൽ നിന്നെ ഉയർത്താൻ കഴിയുന്നവനാണ് നിന്റെ ദൈവമെന്ന് നീ വിശ്വസിച്ച. അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദരിദ്രനും സമ്പന്നമാക്കുന്നത് കർത്താവ് തന്നെയാണ്. അച്ഛൻ ഇത് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്, എത്രയോ ജീവിതങ്ങളാ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥ. എന്നാൽ ഞാനൊരു കുടുംബത്തെ എനിക്കറിയാം. ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ? ഒരു ചെറ്റ കുടില, അതിന്റെ മോൾഭാഗം ഷീറ്റ് കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു കുടുംബം. എന്നാൽ ആ ഭവനത്തിൽ 4 പേരുണ്ട്, അപ്പനും അമ്മയും 2 മക്കളും. എന്നാൽ ഈ കുടുംബത്തിന് എന്താണ് ഉയർന്നിരുന്നത്? അവിടെ ടി വി ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും ആ കുടുംബത്തിലൊന്നുമില്ല. പക്ഷേ ആ പാവപ്പെട്ട കുടുംബത്തിൽ, ധൂളി പോലെ തകർന്ന് തരിപ്പണമായ കുടുംബത്തിൽ ഒരു കാര്യം ഉയർന്നിരുന്നു, പ്രാർത്ഥന ആ കുടുംബത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ അതിനു ചുറ്റും ഒരുപാട് വലിയ കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങൾ ഉയർന്ന എന്താണെന്നറിയോ? ടി വിയുടെ സ്വരങ്ങളാണ് സായാഹ്നങ്ങളായി കഴിഞ്ഞ ആ കുടുംബത്തിൽ ഉയർന്നിരുന്നത്. എന്നാൽ ഈ പാവപ്പെട്ട ചെറ്റക്കുടിലിൽ ഓല കൊണ്ടല്ല, ഷീറ്റ് കൊണ്ട് ഇതാ വലിച്ചു കെട്ടിയിരിക്കുന്ന ആ കുടിലുണ്ടല്ലോ, അവിടെ ഉയർന്നത് പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ആ കുടുംബം ഞാൻ അറിയും. ആ കുടുംബത്തിന് പ്രത്യേകത ഇതാ, മൂത്ത മകൻ അവൻ്റെ +2 ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം അവൻ ഈ B1 B2 ഒക്കെ പാസ്സായി ജർമ്മനിയിലേക്ക് ചെന്നു. അവൻ അവിടെ ചെന്ന് പഠിച്ചു. ഇതിനുശേഷം അവൻ നല്ല മിടുക്കനായിട്ട് അവിടെ ഉയർന്നു വന്നു. അവന് സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി. ഈ ധൂളിയിൽ കിടന്ന ഈ കുടുംബം ഇന്ന് കിടക്കുന്ന ജർമ്മനിയിലാ. ഈ കുടുംബത്തിലെ അപ്പനും അമ്മയും അതുപോലെ 2 മക്കളും, ആ കുടുംബം ഇന്ന് സന്തോഷത്തോടുകൂടെ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇതാ ഈ കുടുംബത്തിലാകെ ഉണ്ടായിരുന്ന എന്താ? പ്രാർത്ഥന ആ കുടുംബത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ ചില കുടുംബങ്ങൾ എനിക്കറിയാം, ആ കുടുംബത്തിൽ വലിയ സമ്പത്തുണ്ട്, സായാഹ്നങ്ങളായി കഴിഞ്ഞ ആ കുടുംബത്തിൽ നിന്ന് ഉയരുന്നത് ടി വിയുടെ സ്വരമായിരുന്നു. എന്നാൽ പിന്നീട് നോക്കിക്കഴിയുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കും, അവിടെ കുടുംബങ്ങളിലൊക്കെ ഈ മക്കളൊന്നും വലിയ നിലയിലേക്കൊന്നും ഉയരാൻ സാധിക്കാതെ ഇതോടുകൂടി ആ കുടുംബങ്ങളൊക്കെ തകർന്നു പോകുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. വചനം ഉറക്കെന്ന് പറഞ്ഞേ, ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി എന്ന് പറഞ്ഞ്, ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത വചനം പറയുകയാണ്, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ഹല്ലേലൂയ. അഗതി എന്ന് പറയുന്നവൻ ആരാ? ആരുമില്ലാത്തവനാ, അനാഥനായിട്ടുള്ള മനുഷ്യനാ. അവനെ കുറിച്ച് വചനം പറയുക, കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. കുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താ?
മലയാളം വേസ്റ്റ് ബോക്സ്. മലയാളത്തിന് അർത്ഥം എന്താ? വേസ്റ്റ് ബോക്സിൽ നിന്ന് അവനെ സമുദ്ധരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, വേസ്റ്റ് ബോക്സ് നമ്മൾ എന്താ കൊണ്ടുപോയിടുന്നത്? അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളാരും എടുക്കാൻ പോകുന്നില്ല. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, ഉപയോഗിക്കാൻ പോകുന്നില്ല. കൊണ്ടുപോയി കളയാനുള്ള സാധനങ്ങളാണ് വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്നത്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, അഗതിയെ അവിടുന്ന് കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ഇതാ ആരുമില്ലാത്തവനായിരിക്കാം, ഒരു ഗതിയും പിടിക്കാത്തവനായിരിക്കാം, നിന്നെ തള്ളിക്കളഞ്ഞവനായിരിക്കാം. എന്നാൽ ഈ കുപ്പയിൽ നിന്ന് നിന്നെ സമുദ്ധരിക്കാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. ഒരുപക്ഷെ നിന്റെ ജീവിതങ്ങളൊക്കെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അപ്പന്റെ സ്നേഹം കിട്ടാതെ, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും നിന്നെ ഈ ലാസ്റ്റ് റോയിലേക്ക് മാറ്റിയിരുത്തിയ വ്യക്തിയായിരിക്കാം. ഈ പല ഇന്റർവ്യൂവിനും പോയി അവിടെയൊക്കെ നിന്നെ തിരസ്കരിച്ചിട്ടുണ്ടാവാം, ഇതാ നിന്നെ വേസ്റ്റ് ബോക്സിലേക്ക് തള്ളിയിട്ടുണ്ടാവാം. എന്നാ കർത്താവ് പറയുക, അഗതിയായ നിന്നെ, ആരുമില്ലാത്ത നിന്നെ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരവും പേറിക്കൊണ്ട് നീ പോകുമ്പോൾ നിന്റെ ദൈവം കുപ്പയിൽ നിന്ന് അഗതിയെ അവിടുന്ന് സമുദ്ധരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും വചനം പറയുക, അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങളിൽ അവകാശികളാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അടുക്കൽ ഒരു റിട്ടയർ ചെയ്ത അധ്യാപകൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം വലിയ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം പറയുകയാണ്, ഞാൻ അച്ഛാ ഇന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് വരിക. ഈ അധ്യാപകൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്കൂൾ മാഷ് റിട്ടയർ ചെയ്തതിന് ശേഷം ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വരും, ഇവിടെ പ്രാർത്ഥിച്ചു പോകും. ഏതെങ്കിലും അച്ഛന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ അടുത്തൊക്കെ ഒന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി ഒന്ന് അച്ഛാ പ്രാർത്ഥിക്കണമെന്ന് വലിയ സ്നേഹത്തോടുകൂടെ എളിമയോടുകൂടെ പറഞ്ഞു പോകുന്ന ആ അധ്യാപകനായ റിട്ടയർഡ് അധ്യാപകൻ അദ്ദേഹം പറയുകയാണ്, അച്ഛാ ഇന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം പറയണോ അച്ഛാ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയാണ്, ഇതാ അദ്ദേഹം ബസ്സിനാ വന്ന് ബൈപ്പാസിൽ ഇറങ്ങി, ആ ബൈപ്പാസിൽ നിന്ന് അദ്ദേഹം നടന്നു വരുമ്പോൾ പുറകിൽ ഒരു കാറ് വന്ന് ഹോൺ അടിച്ചു. ഞാനിതാ സൈഡിലേക്ക് മാറി, പെട്ടെന്ന് ആ കാർ അവിടെ നിർത്തി എൻ്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് ഒരു പയ്യൻ ചോദിച്ചു, മാഷേ മാഷെന്നെ ഓർക്കുന്നുണ്ടോ? മാഷേ മാഷെന്നെ ഓർക്കുന്നുണ്ടോ? എത്രയോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന അധ്യാപകനായ വ്യക്തിയാ. ഈ മാഷിന് ഓർമ്മയൊന്നും കിട്ടുന്നില്ല. ഇവന്റെ പേര് പറഞ്ഞു, ഇന്ന വർഷം ഇന്ന സ്കൂളിൽ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് ശേഷം ഈ മാഷിന്റെ അടുക്കൽ വന്ന് പറയുക, ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയല്ല ഇന്ന് എൻ്റെ അടുക്കൽ വന്ന് കാറ് നിർത്തി എന്നെ ഇന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി വിട്ടത്. മറിച്ച് അന്ന് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന വിദ്യാർത്ഥിയാണ് ഇന്ന് അവൻ ഒരു സ്ഥാപനത്തിന്റെ MD ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അവന്റെ വലിയ കാറ് എന്നെ കൊണ്ടുപോയി ഇന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി എന്നെ ഇറക്കി വിട്ടു എന്ന് ആ അധ്യാപകനായ മനുഷ്യൻ എന്നോട് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു, പലപ്പോഴും നമ്മൾ വലുതാവും വലിയ സ്ഥാനങ്ങളിലെത്തും എന്ന് വിചാരിക്കുന്ന വ്യക്തികളല്ല പിന്നീട് വലിയ സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. മറിച്ച് ആരും മൈൻഡ് ചെയ്യാതെ, ആരും പരിഗണിക്കാതെ, വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ നടന്ന പല വ്യക്തികളെയാണ് ദൈവം അവിടുന്ന് ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മക്കളും ഇന്ന് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ ഈ വചനം നിന്റെ ഉള്ളിൻ്റെ ഉണ്ടാവട്ടെ. നിന്നെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, അതുപോലെ തന്നെ ധൂളിയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ ബോധ്യത്തോടു കൂടെ വേണം ഓരോ മക്കളും ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ. കടബാധ്യത, ഇന്റർവ്യൂ പരാജയം, എവിടെ ചെന്ന് കഴിഞ്ഞാലും ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ഇന്ന് ഈ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ദൈവം എനിക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിശ്വസിച്ചോ? മറ്റെവിടെയല്ല നിന്നെ ഉയർത്താൻ സാധിക്കുക, മറ്റാർക്കുമല്ല നിന്നെ പ്രഭുക്കന്മാരുടെ ഒപ്പം ഇരുത്താൻ സാധിക്കുക, മറ്റാർക്കുമല്ല ഉന്നത സ്ഥാനങ്ങൾ നിന്നെ അവകാശിയാക്കി മാറ്റാൻ സാധിക്കുക. മറിച്ച് നിന്റെ ദൈവത്തിനാണ് നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആ വചനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ദരിദ്രനും ധനികരമാക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രരെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു,
അഗതിയെ അവിടുന്ന് കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ മറ്റൊരു തിരുവചന ഭാഗം നമ്മൾ കാണാൻ പോവുക. അത് ഇവിടെയാണ്. 1 സാമുവേലിന്റെ പുസ്തകം 16 അധ്യായം 9 മുതലുള്ള തിരുവചനം കാണാൻ സാധിക്കും. ഇവിടെ നാം കാണുകയാണ്, ഇതാ ഈ സാമുവേലിനോട് ദൈവമായ കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഈ ദാവീദിനെ കൊണ്ടുപോയി അഭിഷേകം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് സാമുവേലിനോട് ദൈവമായ കർത്താവ് പറയുക. ഈ സമയത്ത് ഈ സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വരികയാണ് ജസ്സയുടെ കുടുംബത്തിലേക്ക്. 9 മുതലുള്ള തിരുവചനം കാണാൻ സാധിക്കും, 7 മുതലുള്ള തിരുവചനം കാണാൻ സാധിക്കും. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, അവരെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹല്ലേലൂയ. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഈ ജസ്സയുടെ പുത്രന്മാരെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ പിതാവ്. ഈ സാമുവേൽ വന്ന് പറഞ്ഞു, നിന്റെ പുത്രന്മാരെ ഇവിടെ കൊണ്ടുവരിക, അവനെ എനിക്ക് അഭിഷേകം ചെയ്യണം. അങ്ങനെ മൂത്ത പുത്രനെ കൊണ്ടുവന്നിരിക്കുക അഭിഷേകം ചെയ്യാൻ വേണ്ടി. എന്നാൽ ഈ മൂത്ത പുത്രന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ നല്ല തക്കടമുണ്ടനായ കൊച്ചായിരുന്നു. അവന് മിസ്റ്റർ ഇന്ത്യ ആവാനുള്ള എല്ലാ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു മൂത്ത പുത്രൻ. എന്നാൽ ആ സമയത്ത് പറയുകയാണ്, ആ ദൈവമായ കർത്താവ് സാമുവേലിനോട് പറയുകയാണ്, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, ഞാൻ അവനെ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനുശേഷം ഈ ജസ്സിയോട് ചോദിക്കുന്നുണ്ട്, ഇതല്ല അടുത്ത മകനെ കൊണ്ടുപോയോ? അടുത്ത മകനെ കൊണ്ടുവന്നു കഴിയപ്പോ ദൈവമായ കർത്താവ് അവിടെ അരുൾ ചെയ്യുകയാണ്, ഇവനെയല്ല അഭിഷേകം ചെയ്യേണ്ടേ. അങ്ങനെ ജസ്സയുടെ 1, 2, 3, 4, 5, 6 മക്കളെ കൊണ്ടുവന്ന് നിർത്തി. ആ സമയത്ത് സ്വർഗത്തിൽ ഒരു സ്വരം കേൾക്കുക, ഒന്നാമത്തേനെയല്ല, രണ്ടാമത്തേനെയല്ല, മൂന്നാമത്തേനെയല്ല, നാലാമത്തേനെയല്ല, അഞ്ചാമത്തേനെയല്ല, ആറാമത്തേനെയല്ല അഭിഷേകം ചെയ്യണ്ടേ. പിന്നീട് ജസ്സയോട് സാമുവേൽ ചോദിക്കുന്നുണ്ട്, ഇതല്ലാതെ മറ്റേതെങ്കിലും പുത്രന്മാർ നിനക്കുണ്ടോ? ആ സമയത്ത് ജസ്സെ പറയുന്നുണ്ട്, എനിക്കൊരു കൊച്ചും കൂടിയുണ്ട്. അവൻ കൊച്ചനാ, ബാലനാ, അവൻ ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോയേക്ക. നോക്കണം, ഈ ജസ്സയുടെ കുടുംബത്തിലേക്ക് ഈ സാമുവേൽ പ്രവാചകൻ വന്നിരിക്കുക. ഒരു വ്യക്തി പോലും ഈ ദാവീദിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ജസ്സെ പിതാവ് ഈ പുത്രനെ പോലെ ചിന്തിച്ചിട്ടില്ല. അവന്റെ അമ്മ ഈ പുത്രനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 6 സഹോദരന്മാരുണ്ട്, 6 സഹോദരന്മാരും ഈ പുത്രനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഉണ്ടല്ലോ, ഈ പുത്രനെ കാണുന്നുണ്ടായിരുന്നു. ആരൊക്കെ കണ്ടില്ലെങ്കിലും, ആരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം ഓരോ മക്കൾക്കും ഉണ്ടാകണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, അഭിഷേകത്തിലൂടെ ഹല്ലേലൂയ. 2 സാമുവേലിന്റെ പുസ്തകം 16 അധ്യായം 11 മുതൽ തിരുവചനം കാണാൻ വായിക്കാം. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു. അവനെ ആളയച്ചു വരുത്തുവാൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ജസ്സെ അവരെ ആളയച്ചു വരുത്തി. എന്നിട്ട് ദാവീദിനെ കുറിച്ച് 12-ാമത്തെ വചനം പറയുകയാണ്, പവിഴ നിറവും മനോഹരമായ നൈലവുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുടലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. 13-ാമത്തെ വചനം ഇങ്ങനെയാ, അന്ന് മുതൽ കർത്താവിന്റെ ശക്തി ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമായിലേക്ക് പോയി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ.
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ആരൊക്കെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരൊക്കെ എന്നെ പരിഗണിച്ചില്ലെങ്കിലും, ഒരു വ്യക്തി പോലും നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും, ഒരാൾ പോലും എനിക്ക് പ്രോത്സാഹനം തന്നില്ലെങ്കിലും, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദിവ്യകാരുണ്യ സൗഖ്യദാതനെ ഒന്ന് നോക്കിയ മക്കളെ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ദൈവമല്ലേ നിന്നെ കാണുന്നേ? അച്ഛൻ ഇന്നലെ പറയുകയുണ്ടായി, നിന്റെ പേരറിയുന്നവനാ. ആരൊക്കെ നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതല്ലേ നിന്റെ ഏറ്റവും വലിയ ശക്തി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നിന്നെ അറിയുന്നു എന്നുള്ളതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ യോഗ്യത. ഇതാ പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതം കാണാൻ സാധിക്കും. അപ്പൻ അവരെ ഓർത്തില്ല, അമ്മ അവരെ ഓർത്തില്ല, സഹോദരങ്ങൾ ഓർത്തില്ല, പക്ഷേ ദൈവം അവനെ ഓർക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നീ കുപ്പയിലായിരിക്കാം, ഒരുപക്ഷെ ധൂളിയായി പോയിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിന്നെ കർത്താവ് കൈവിട്ടിട്ടില്ല എന്നുള്ള ബോധ്യം ഓരോ മക്കൾക്കും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാരണവർ ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്, എന്റെ ദൈവം എനിക്ക് തരും. എന്റെ ദൈവം എനിക്ക് തരും. മറ്റാർക്കും തരാൻ പറ്റില്ല മക്കളെ, തമ്പുരാൻ കർത്താവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. എന്റെ ദൈവം എനിക്ക് തരും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്, മനസ്സിന് ഒരുപാട് ഭാരങ്ങളുമായി വന്നിരിക്കുന്ന മക്കളുണ്ട്, അപ്പനെയോർത്ത് അമ്മയോർത്ത് വേദനിക്കുന്ന മക്കളുണ്ട്, മക്കളെയോർത്ത് കണ്ണീര് പിടിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ നിന്നെ സ്നേഹിക്കാതിരുന്നാലും, നിന്നെ അറിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് എന്നുള്ളതാ നിന്റെ ഏറ്റവും വലിയ ശക്തി. വലതുകര ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വചനം നമുക്ക് കാണാൻ സാധിക്കും. ആ വചനം ഇവിടെയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 10-ാം തിരുവചനം. 10, 11, 12 തിരുവചനങ്ങൾ. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. ഈ വചനത്തിൽ കാണാൻ സാധിക്കും, ദാവീദ് രാജാവായി, അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായി. ഈ ദാവീദിനെ കുറിച്ച് വചനം പറയുകയാണ്, എല്ലാവരുടെ മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് എത്ര വലിയവനായാലും ദാവീദിനെ കുറിച്ച് പറയുക, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. തമ്പുരാൻ എൻ്റെ കൂടെയുണ്ടോ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ഇവിടെ ഈ ദാവീദ് രാജാവ്, അവൻ രാജാവായി ഉയർന്നു കഴിഞ്ഞപ്പോ ഈ ദാവീദ് രാജാവിനെ കുറിച്ച് വചനത്തിൽ കാണുകയാണ്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു രാജാവാണ് പറയുന്നത്. കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറഞ്ഞ ആ രാജാവാണ് പറയുന്നത്, കർത്താവിനെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഉണ്ടാകേണ്ടതാ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നേ, അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ കർത്താവിനെ മറന്നു കളയരുത്. ദാവീദ് രാജാവ് ദൈവത്തെ സ്തുതിച്ചു എന്ന് വചനം കാണുന്നുണ്ടെങ്കിൽ, അവൻ രാജാവ്, അവൻ ദൈവത്തെ സ്തുതിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആരും മടി കാണിക്കരുത്. ദിവ്യകാരുണ്യ സൗഖ്യാരാധനയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചു തരികയുണ്ടായി. എനിക്കറിയാം, അവരിന്ന് കാനഡയിലെ ഇവിടെ സ്കാബ്രോയിലാണ് താമസിക്കുന്നത്, ഒണ്ടാരിയോ പ്രോവിൻസ് സ്കാബ്രോയിലാണ് താമസിക്കുന്നത്. ഈ കുടുംബം എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തരിക. ആ കുടുംബം എന്താണോ ഇവിടെ ആരാധന സമയത്ത് ബഹുമാനപ്പെട്ട കാരണവശം പറയുന്നത്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് നിൽക്കും. പകൽ സമയം അവർക്ക് രാവിലത്തെ സമയ, അവർ ഈ ആരാധന സമയത്ത് എഴുന്നേറ്റത്, മുട്ടുകുത്താൻ പറഞ്ഞ മുട്ടുകുത്തുന്നു. അതുപോലെ തന്നെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണോ, അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തി. ഈ കുടുംബം ഇത്രമാത്രം ഉയർന്നു കഴിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരായ ആ ഭാര്യയും ഭർത്താവും അവിടെ 3 കുഞ്ഞുങ്ങളും ആ ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ അവരുടെ കുടുംബങ്ങളെ ഒരു ആരാധന ചാപ്പലുകളാക്കി മാറ്റി എല്ലാ ദിവസവും ആരാധനയ്ക്കായി മുട്ടുകുത്തുന്ന കുടുംബം. ദൈവം എത്ര ഉയർത്തിക്കഴിഞ്ഞാലും
ആ ദൈവത്തെ മറക്കാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഭൂരിഭാഗം പേരും ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലൂടെ ആയിരങ്ങൾ പങ്കെടുക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നീ എത്ര വലിയവനാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണുകളിലായി ഇരുന്നു കൊണ്ടാണെങ്കിലും ഈ കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിന്റെ സന്നിധിയിൽ എളിമപ്പെടാൻ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ, കർത്താവിന് മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം നൽകാൻ നീ ഒരിക്കലും മടി കാണിക്കരുത്. ദാവീദിനെ കുറിച്ച് പറയുകയാണ്, ദാവീദ് കർത്താവിനെ സ്തുതിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. തുടർന്ന് പറയുന്ന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ 11ാമത്തെ വചനം പറയുകയാണ്: കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ 5 കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് നേടിയെടുക്കണം. ഇത് നമ്മുടെ കഴിവൊന്നുമല്ല, ആരുടെ കയ്യിലിരിക്കുന്നേ? ഉറക്കെന്ന് പറഞ്ഞേ, ആരുടെ കയ്യിലിരിക്കുന്നേ? മോളെ മൈക്ക് കൂടെ ഉറക്കെ കൊണ്ട് പറഞ്ഞു, ആരുടെ കയ്യിലിരിക്കുന്നേ? കർത്താവിന്റെ കയ്യിലാ. 5 കാര്യങ്ങൾ. എന്തൊക്കെയാ 5 കാര്യങ്ങൾ? മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, മഹത്വം വേണോ? അത് കർത്താവിന്റെ കയ്യിലാ. ശക്തി വേണോ? അത് കർത്താവിന്റെ കയ്യിലാ. മഹിമ വേണോ? അത് കർത്താവിന്റെ കയ്യിലാ. വിജയം വേണോ? അത് കർത്താവിന്റെ കയ്യിലാ. ഔന്നത്യം വേണോ? അത് കർത്താവിന്റെ കയ്യിലാ. എൻ്റെ ദൈവം എന്നെ, എന്താ നമ്മുടെ ശുശ്രൂഷയുടെ പേര്? എൻ്റെ ദൈവം എനിക്ക് തരും. എൻ്റെ ദൈവം എനിക്ക് തരും. നീ വിശ്വസിച്ചോ മക്കളെ? ഇതാ നിനക്ക് എൻ്റെ ദൈവം എനിക്ക് തരും. മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും എൻ്റെ ദൈവം എനിക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ കാണാൻ സാധിക്കും, ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേതാണ്. കർത്താവേ, രാജ്യം അങ്ങയുടേതാണ്. അങ്ങ് എല്ലാത്തിൻ്റെയും അധീനനായി അങ്ങയെ സ്തുതിക്കുന്നു. തുടർന്ന് വചനം പറയാണ്, സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും വചനം പറയുക, സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന എളിമയോടുകൂടെ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടാണെങ്കിലും ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ഒരു ചാപ്പലാക്കി നീ മാറ്റണം. നിന്റെ കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ ആരാധന വന്ന് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ കുറെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഞാൻ അതിലിതിൽ നടന്നുകൊണ്ട് ആരാധന പങ്കെടുക്കുന്ന വ്യക്തിയല്ല. മറിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബമായിട്ട് നിന്റെ കുടുംബം രൂപപ്പെടണം. വീണ്ടും വചനം പറയുക, മോനെ, നിന്നെ ധൂളിയിൽ നിന്ന് ഉയർത്തുന്നത് നിന്റെ ദൈവ. നോക്കിക്കോ, നീ തകർന്നവനാ, കടബാധയോടെ മുങ്ങിയിരിക്കുന്ന, സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, ജപ്തി നോട്ടീസുകളാ, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാ. നിന്നെ ഈ ധൂളിയിൽ നിന്ന് പൊടിയായി കിടക്കുന്ന അവസ്ഥയാ, ചാമ്പലായി കിടക്കുന്ന അവസ്ഥയാ. ഇനിയൊരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ അവിടെ നിന്ന് ഉയർത്താൻ കഴിയുന്നവനാ നിന്റെ കർത്താവ്. ഈ തിരുവോസ്തിയിൽ ഇന്നും ജീവിക്കുന്ന കർത്താവിനെ ഇത് കണ്ടുവിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ? വീണ്ടും വചനത്തെ നാം കാണുക, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ആർക്കും വേണ്ടാത്തവനായിരിക്കാം, എല്ലാവരും തള്ളിക്കളഞ്ഞവരായിരിക്കാം, അപ്പനും വേണ്ട അമ്മയ്ക്കും വേണ്ട, നീ ഒരു ഭാരമായിട്ട് എല്ലാവർക്കും തോന്നിയേക്കാം. എന്ന കുപ്പയിൽ നിന്നെ സമുദ്രത്തിലേക്ക് ഉയർത്താൻ കഴിയുന്നവനാ നിന്റെ ദൈവം എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവട്ടെ. വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയല്ലേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. പ്രിയപ്പെട്ട മക്കളെ, എളിമയോടുകൂടെ
ദാവീദ് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ സമയം ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മക്കളെ, രണ്ട് കരങ്ങളോട് ഉയർത്തി ദാവീദിനെ പോലൊന്ന് സ്തുതിച്ച്. ഈ ദാവീദിന്റെ അപ്പൻ അവനെ മറന്നു, അമ്മ അവനെ മറന്നു, സഹോദരങ്ങളെ പോലും ഓർത്തില്ല. പക്ഷെ കർത്താവ് അവരെ മറന്നില്ല. ഇന്ന് നിന്നെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ അവസ്ഥ, നിന്റെ കണ്ണുനീർ, നിന്റെ നൊമ്പരങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ പ്രയാസങ്ങൾ എല്ലാ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ ചേർത്ത് വെച്ചോ. പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്താ മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അതരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ആകുലതകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശു നാമം ഒന്ന് വിളിച്ച മക്കളെ, ആശ്വാസം തരുന്ന സമയമാ. കർത്താവ് നിനക്ക് ഉന്മേഷം തരുന്ന സമയമാ. നിന്റെ കുപ്പയിൽ നിന്ന് കർത്താവ് ഇതാ രക്ഷിക്കുന്ന സമയമാ. വിളിച്ച് പ്രാർത്ഥിക്കുക. ധൂളിയായി തകർന്ന ജീവിതമായിരിക്കാം. കർത്താവിന് നിന്നെ രക്ഷിക്കാൻ കഴിയും മക്കളെ. നിന്റെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടു കൂടി രണ്ട് കരം ഉയർത്തി വിളിച്ച് വിളിച്ചുടരട്ടെ. യേശുവേ